നമസ്കാരം. സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. Accounting treatment for partnership firm is similar to that of a sole proprietorship business with the exception of the following aspects. പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ബിസിനസ് പോലെ തന്നെയാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, മെയിൻ്റനൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. നമ്പർ 2, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമംഗ് ദ പാർട്ട്നേഴ്സ്. Number 3, adjustment for wrong appropriation of profit in the past. Number 4, reconstitution of the partnership firm. And the last one, dissolution of partnership firm. ഇത്രയും കാര്യങ്ങളിലാണ് പാർട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളത്. അതിൽ ആദ്യത്തെ 3 എണ്ണം നമ്മൾ ഈ ചാപ്റ്ററിലും ബാക്കിയുള്ള 2 എണ്ണം വരും ചാപ്റ്ററുകളിലും ഡിസ്കസ് ചെയ്യും. നമ്പർ 1, മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. എങ്ങനെയാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം ആർ റെക്കോർഡഡ് ഇൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. സാധാരണ പോലെ തന്നെ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ദിസ് ഇൻക്ലൂഡ്സ് ദ എമൗണ്ട് ഓഫ് മണി ബ്രോട്ട് ഇൻ ആസ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ എക്സെട്ര. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ക്യാപിറ്റലായിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പണം, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്, വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റലിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ലാഭത്തിൻ്റെ വിഹിതം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് നൽകുന്നുണ്ടെങ്കിൽ അത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. നമുക്കറിയാവുന്നതുപോലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് പരിഗണിക്കുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാൻ ബി മെയിൻറ്റെയിൻ ഇൻ 2 ways. 2 രീതിയിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്പർ 1, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. നമ്പർ 2, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. 2 രീതിയിൽ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. Under fixed capital method, 2 accounts are prepared for each partner. ഈ മെത്തേഡ് പ്രകാരം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ട്ണർക്ക് 2 ക്യാപിറ്റൽ അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. നമ്പർ 1, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് നമ്പർ 2, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഒരു പാർട്ട്ണർക്ക് 2 അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലുള്ളത്. ഉദാഹരണത്തിന് രാജൻ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി 2 അക്കൗണ്ടുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഒന്ന് രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്കൻഡ് രാജൻസ് കറണ്ട് അക്കൗണ്ട്. Adjustments like drawings, interest on capital, partner salary, commission, share of profit or loss, etc. are not recorded in the capital account, but in a separate account is known as partner's current account. ഡ്രോയിങ് പോലെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല പ്രിപ്പയർ ചെയ്യുന്നത്. പകരം കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആൻഡ് ക്യാപിറ്റൽ വിഡ്രോവൽ ഓൺലി ആർ റെക്കോർഡഡ് ഇൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒറിജിനൽ ക്യാപിറ്റൽ എത്രയാണോ അത് റെക്കോർഡ് ചെയ്യും. അതേപോലെ മ്യൂച്വലി അഗ്രീഡ് അഡീഷണൽ ക്യാപിറ്റലും അല്ലെങ്കിൽ വിഡ്രോവലും ഉണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. അതേപോലെ മ്യൂച്വലി അഗ്രീഡ് വിഡ്രോവൽ ഉണ്ടെങ്കിൽ, എല്ലാവരും കൂടി ഒരുമിച്ച് ഏതെങ്കിലും പൈസ ക്യാപിറ്റലിൽ നിന്ന് പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. ഇൻ ദിസ് കേസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ റിമൈൻ അൺആൾട്ടേർഡ് അൺലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഓർ വിഡ്രോൺ. പുതുതായി ക്യാപിറ്റൽ കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ നടന്നിട്ടില്ലെങ്കിൽ എല്ലാ വർഷവും ക്യാപിറ്റൽ അക്കൗണ്ട് ഒരേപോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ ബാലൻസിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം.
ഈ മെത്തേഡ് പ്രകാരം ഒരു പാർട്ണർക്ക് 2 അക്കൗണ്ടുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്കൻഡ് വൺ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. രണ്ടും ഒരേ ഫോർമാറ്റ് തന്നെയാണ്. ഡേറ്റ് കോളം പർട്ടിക്കുലർ JFN amount on the debit side and date particulars JF amount on the credit side. 2 സൈഡുകളുണ്ടാവും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഒരേപോലെ തന്നെയാണ് 2 അക്കൗണ്ടുകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു പാർട്ണർക്ക് 2 അക്കൗണ്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം. അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഫസ്റ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. ദെൻ ബാങ്ക് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. മ്യൂച്വലി അഗ്രീഡ് വിഡ്രോവൽ നടന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കും. പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ പോലെ ബാലൻസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു, അത് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസിങ് ഫിഗർ കിട്ടും. ദാറ്റ് ഈസ് ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് ബാലൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതേ പാർട്ണർക്ക് വേണ്ടി നമ്മൾ മറ്റൊരു അക്കൗണ്ട് കൂടി ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ബാലൻസ് ബ്രോ ഡൗൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിലാണ് സാധാരണഗതിയിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക. ഇനിയൊരു പക്ഷേ ഡെബിറ്റ് സൈഡിലാണ്, ഡെബിറ്റ് ബാലൻസ് ആണുള്ളതെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും ഓപ്പണിംഗ് ബാലൻസ്. രണ്ടും കൂടി ഒരുമിച്ചുണ്ടാവില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് എങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കുക. ഡെബിറ്റ് ഓപ്പണിംഗ് ബാലൻസ് ആണ് എങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കുക. ബാക്കി ഐറ്റംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സാലറി ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, കമ്മീഷൻ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ലാഭമാണെങ്കിൽ ലാഭത്തിൻ്റെ വിഹിതം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. ദെൻ ഡെബിറ്റ് സൈഡിലേക്ക് നോക്കാം. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നഷ്ടമാണെങ്കിൽ, ദ ഷെയർ ഓഫ് ലോസ് ആണ് എങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്രെഡിറ്റ് സൈഡിലുള്ളതൊക്കെ പാർട്ട്നേഴ്സിന് അനുകൂലമായ ഐറ്റംസ് ആണ്. അയാളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമായ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നതൊക്കെ. ഡെബിറ്റ് സൈഡിലുള്ളതൊക്കെ അയാൾക്ക് അനുകൂലമല്ലാത്ത ഐറ്റംസ് ആണ്. അയാളുടെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. ദെൻ നമ്മൾ സാധാരണ പോലെ ബാലൻസ് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു, അത് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. ഏത് സൈഡാണോ കൂടുതലുള്ളത് അതാണ് നമ്മൾ മാറ്റി എഴുതുക. സാധാരണഗതിയിൽ നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുക. ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് ബാലൻസ് ആണ്. ചില സമയങ്ങളിൽ അത് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്യുക, അതായിരിക്കും നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ്. ഈ രീതിയിലാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ണർക്ക് വേണ്ടി നമ്മൾ 2 ക്യാപിറ്റൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് വിൽ ബി ഷോൺ അറ്റ് ദ സെയിം ബാലൻസ് ഫ്രം ഇയർ ടു ഇയർ അൺലെസ് സം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ വിഡ്രോൺ. പുതിയതായി ക്യാപിറ്റൽ കൊണ്ടുവരികയോ വിഡ്രോവൽ സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഫ്രം ഇയർ ടു ഇയർ എല്ലാ വർഷവും സെയിം ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. At the end of the year, current account should be balanced which may show debit or credit balance. If it shows the debit balance, it should be shown on the asset side of the balance sheet. If it is a credit balance, it should be shown on the liability side of the balance sheet. കറണ്ട് അക്കൗണ്ടിന് രണ്ടാമതായിട്ട് നമ്മളൊരു പാർട്ണർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ആ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ഉണ്ടായേക്കാം. ഡെബിറ്റ് ബാലൻസ് ആണ് എങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് എഴുതി വെക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഷുഡ് ബി ഷോൺ സെപ്പറേറ്റ്ലി ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസും കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസും സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. ഇനി സെക്കൻഡ് മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് 2 മെത്തേഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ദർ ഈസ് ഓൺലി വൺ അക്കൗണ്ട്. ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഈച്ച് പാർട്ണർ ഈസ് മെയിൻറ്റെയിൻഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പോലെ 2 അക്കൗണ്ടുകൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നില്ല. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ണർക്ക് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഡ്രോയിങ്സ്,
Interest on drawings, interest on capital, salary, commission, share of profit or loss, etc. are recorded directly in capital account itself. As a result, the capital balance of a partner at the end of the year will be different from that of the beginning of the year. So it is called fluctuating capital method. ഡ്രോയിങ്സ് പോലെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിൽ എപ്പോഴും വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് വർഷത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഒരേ ക്യാപിറ്റൽ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ മെത്തേഡിൻ്റെ പേര് തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നായിട്ട് മാറിയത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഇൻസ്ട്രക്ഷൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ഓൾവേസ് ബി ഫ്ലക്ച്വേറ്റിംഗ്. പാർട്ണർഷിപ്പ് ഡീഡിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന കൃത്യമായ വിവരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ അക്കൗണ്ട് പോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട് കോളംസ് ഉണ്ടാവും. ഇനി ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റിൽ ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തും. ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ആദ്യമായിട്ട് ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ബാലൻസ് ബ്രോഡ് ഔണിന് പകരം ക്യാഷ് എന്നാണ് ഉണ്ടാവുക. ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. ഇനി ഇൻ കേസ് ഡെബിറ്റ് ബാലൻസ് ആണുള്ളതെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. ദെൻ ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. ബാങ്ക് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. സാലറി ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ലാഭത്തിൻ്റെ വിഹിതമാണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. ദെൻ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് എന്ന് നോക്കാം. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, ഷെയർ ഓഫ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നഷ്ടമാണെങ്കിൽ നഷ്ടത്തിൻ്റെ വിഹിതം നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. രണ്ട് സൈഡും ടോട്ടലി ചെയ്യും. ബാലൻസ് സാധാരണഗതിയിൽ ഡെബിറ്റ് സൈഡിലാണ് ലഭിക്കുക. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസ് ഫിഗർ നമ്മൾ അവിടെ എഴുതി വെക്കും. ഇനി ഇൻ കേസ് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് ബാലൻസ് ക്യാരി ഡൗൺ ഉണ്ടാവുക. ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നതിൻ്റെ ഫോർമാറ്റ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്സ്. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യത്തെ കോളം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. സെക്കൻഡ് കോളം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഒന്നാമത്തെ പോയിന്റ് നോക്കുക. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട്. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഓൺലി 1 അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, അത് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമായിരിക്കും. സെക്കൻഡ് പോയിന്റ്, യൂഷ്വലി ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമൈൻസ് ദ സെയിം ഇയർ ആഫ്റ്റർ ഇയർ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എല്ലാ വർഷവും സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും വർഷാവർഷങ്ങളിൽ. ആൻഡ് 3, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം കറണ്ട് അക്കൗണ്ടിലായിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. ആൻഡ് 4, ബോത്ത് ദ കറണ്ട് അക്കൗണ്ട് ആൻഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആർ അപ്പിയർഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അപ്പിയർ ചെയ്യും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഓൺലി ദ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5th one, it should be specifically mentioned in the partnership deed. പാർട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാവുള്ളൂ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറയാത്ത അവസ്ഥയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ആനന്ദ് ആൻഡ് ബാലൻ entered into partnership contributing rupees
50,000 and rupees 30,000 respectively. They decided to share profit and losses in the ratio of 2:1. Anand was entitled to a salary of rupees 5,000 per annum. Interest on capital was to be provided at 6% per annum. The drawings of Anand and Balan for the year ending December 31, 2015 were rupees 6,000 and rupees 5,000 respectively. Interest on drawings Anand rupees 300 and Balan rupees 200 to be charged. The profits of the firm after providing Anand's salary and interest on capital and taking into account interest on drawings were rupees 15,000. Prepare capital accounts of partners when capitals are fluctuating. ക്വസ്റ്റ്യനിൽ പറയുന്നത് ആനന്ദ് ആൻഡ് ബാലൻ എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് 50,000-ഉം 30,000 രൂപയാണ് അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അവർ 2:1 എന്ന് പറയുന്ന രീതിയിലാണ് ലാഭം വീതിച്ചെടുക്കുന്നത്. അതിൽ ആനന്ദിന് മാത്രം ഒരു വർഷം 5,000 രൂപ സാലറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ഒരു വർഷത്തേക്ക് നൽകുമെന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. അതേപോലെ ആനന്ദും ബാലനും ഒരു വർഷം നടത്തിയ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 6,000 ആനന്ദും 5,000 രൂപ ബാലനുമാണ്. ആനന്ദ് 6,000 രൂപയും ബാലൻ 5,000 രൂപയും ഒരു വർഷം പിൻവലിച്ചിട്ടുണ്ട്. അതിന് പകരം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 രൂപ ആനന്ദും 200 രൂപ ബാലനുമാണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞ് ആ സ്ഥാപനത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് 15,000 രൂപയാണ് എന്നും ക്വസ്റ്റ്യൻ പറയുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് വെൻ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആനന്ദ് ബാലൻ എന്ന് പറയുന്ന രണ്ടാൾക്ക് വേണ്ടി 2 ക്യാപിറ്റൽ അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഓരോ ആളുകൾക്കും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ആനന്ദിന് വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ബാലന് വേണ്ടിയിട്ട് മറ്റൊരു ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് രണ്ടും കൂടി ഒരൊറ്റ ഫോർമാറ്റിൽ ഒതുക്കിയിട്ടുണ്ട്. എമൗണ്ട് കോളം ആനന്ദിന് ഒന്നും ബാലന് വേറൊന്നും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് രേഖപ്പെടുത്തി നോക്കാം. ഫസ്റ്റ് വൺ ക്യാഷ്. 50,000 രൂപ ആനന്ദും 30,000 രൂപ ബാലനും കൊണ്ടുവന്നിട്ടാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നത്. ബിസിനസ് തുടങ്ങുന്നതായതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് 50,000 ആനന്ദിൻ്റെ കോളത്തിലും 30,000 ബാലൻ്റെ കോളത്തിലും വന്നിട്ടുള്ളത്. നേരത്തെ തുടങ്ങിയ ബിസിനസ് ആയിരുന്നെങ്കിൽ ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ എന്നായിരുന്നു ഉണ്ടാവുക. ഇത് തുടക്കമായതുകൊണ്ട് ക്യാഷ് 50,000 ആനന്ദ് കോളം ആൻഡ് 30,000 ബാലൻ കോളം. നെക്സ്റ്റ് ആനന്ദിന് മാത്രം സാലറി ഉണ്ട്, ഒരു വർഷത്തേക്ക് 5,000 രൂപ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് എഴുതിയിട്ട് ആനന്ദിന് കോളത്തിൽ മാത്രം 5,000 എന്ന് എഴുതി. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിരുന്നു. ആനന്ദിന് 3,000-ഉം ബാലന് 1,800-ഉം 1,800-ഉമാണ് ഉണ്ടാവുക. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനന്ദിൻ്റെ ക്യാപിറ്റൽ 50,000 അതിൻ്റെ 6% 50,000 ഇൻറ്റു 6/100 3,000. ബാലൻ്റെത് ക്യാപിറ്റൽ 30,000 അതിൻ്റെ 6% 30,000 ഇൻറ്റു 6/100 1,800. അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആനന്ദിന് 3,000-ഉം ബാലന് 1,800-ഉം കിട്ടി. ഡെബിറ്റ് സൈഡ് നോക്കാം. ഡ്രോയിങ്സ് ആനന്ദ് 6,000-ഉം ബാലൻ 5,000-ഉമാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതങ്ങനെ തന്നെ ഡെബിറ്റ് സൈഡിൽ മാറ്റി എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 ആനന്ദിൻ്റെ കോളത്തിലും 200 ബാലൻ്റെ കോളത്തിൽ എഴുതി. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 10,000 ആനന്ദിൻ്റെ കോളത്തിലും ബാലൻ്റെ കോളത്തിൽ 5,000-ഉം എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു ലാഭമായാലും നഷ്ടമായാലും അത് വീതിച്ചെടുക്കുക 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസും അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം ലാഭം 15,000 രൂപയാണ് എന്ന് നമ്മളോട് പറയുന്നു. ആ 15,000 രൂപയെ 2:1 എന്ന് പറയുന്ന രീതിയിലാണ് ഇവർ വീതിച്ചെടുക്കുക എന്നും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ 15,000-നെ 2:1 എന്ന് പറയുന്ന രീതിയിൽ വീതിച്ചെടുത്താൽ 3/2 ഭാഗം ആനന്ദിനും 1/3 ഭാഗം ബാലനും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ 15,000 ഇൻറ്റു 2/3 10,000 ആനന്ദിനും 15,000 ഇൻറ്റു 1/3 5,000 ബാലനുമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ ആനന്ദിൻ്റെ കോളത്തിൽ 10,000 എഴുതി, ബാലൻ്റെ കോളത്തിൽ 5,000-ഉം എഴുതി. ഇപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. ആദ്യം ആനന്ദിൻ്റെ സൈഡാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ടോട്ടൽ എഴുതി. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 68,000. അത് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി 68,000. എന്നിട്ട് അതിൻ്റെ ബാലൻസിങ് ഫിഗർ നമ്മൾ കണ്ടെത്തി.
61,700 ആണ് ആനന്ദ് എന്ന് പറയുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ക്യാരി ഡൗൺ 61,700. ഇനി ബാലൻ്റെയും ഇതേപോലെ തന്നെ നമുക്ക് ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 36,800, അത് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. അതിൽ നിന്നും 5,200 ലെസ് ചെയ്തപ്പോൾ 31,600 എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 31,600 ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പം ആനന്ദിന് 61,700 ബാലന് 31,600 ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി ചെയ്തും ബാലൻസ് ബ്രോ ഡൗൺ 61,700, 31,600. ഇതോടെ ഈ ഒരു ക്വസ്റ്റ്യൻ പൂർത്തിയായി. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഇതേ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. അവസാനം പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് വെൻ ക്യാപിറ്റൽസ് ആർ ഫിക്സഡ് എന്ന് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഇതേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ണർക്ക് 2 അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട്. നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഉണ്ട്. ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും. താഴെ ആനന്ദിൻ്റെ കറണ്ട് അക്കൗണ്ടും ബാലൻ്റെ കറണ്ട് അക്കൗണ്ടും ഒരുമിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പുതിയ ബിസിനസ് ആരംഭിക്കുക ആയതുകൊണ്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 50,000, ബാലൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 30,000 എഴുതി. വേറെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ വിഡ്രോവൽസ് നടത്തുകയോ ചെയ്യാത്തത് കൊണ്ട് യാതൊരുവിധ പുതിയ ഐറ്റംസും ഇല്ല. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ എഴുതി 50,000 and 30,000. ഡെബിറ്റ് സൈഡിലേക്ക് അത് മാറ്റി എഴുതി. അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 50,000, 30,000. ഈ അക്കൗണ്ട് പ്രകാരം വർഷത്തിൻ്റെ തുടക്കത്തിൽ ആനന്ദിൻ്റെ ബാലൻസ് 50,000 ആയിരുന്നു. അത് ക്ലോസിങ്ങിൽ 50,000 തന്നെയാണ്. അടുത്ത വർഷം തുടക്കത്തിൽ 50,000 ആയിരിക്കും, ക്ലോസിങ്ങിലും 50,000 ആയിരിക്കും. അതിങ്ങനെ ഫിക്സഡ് ആയിട്ട് തുടരും. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ബാലൻ്റെത് തുടക്കത്തിൽ 30,000 ആയിരുന്നു, ക്ലോസിങ്ങിലും 30,000 ആണ്. അടുത്ത വർഷം തുടക്കത്തിലും 30,000 ആയിരിക്കും. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അവസാനത്തിലും 30,000 തന്നെ ആയിരിക്കും. അതുകൊണ്ട് അത് ഫിക്സഡ് ആയിട്ട് തുടരുകയാണ് ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ 50,000 and 30,000 എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റി ചെയ്തു. അതോടുകൂടി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പൂർത്തിയായി. ഇങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ എൻ്റർ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ട്സിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇനി പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്സ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഈ പ്രോബ്ലത്തിൽ ഉണ്ടാവില്ല. കാരണം ബിസിനസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ബാക്കി ഐറ്റംസ് ഒക്കെ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ആഡ് ചെയ്യാം. ആദ്യം സാലറി 5,000, ആനന്ദിന് മാത്രം 5,000 രൂപ സാലറി ഉണ്ട്, ബാലനില്ല. അതുകൊണ്ട് ആനന്ദിൻ്റെ കുളത്തിൽ മാത്രം 5,000 എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,000 and 1,800. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആനന്ദ് 50,000 ആണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അതിൻ്റെ 6%, 50,000 × 6/100 3,000. ബാലൻ കൊണ്ടുവന്ന ക്യാപിറ്റൽ 30,000 ആണ്. 30,000 × 6/100 1,800. അപ്പോൾ ആനന്ദിൻ്റെ കോളത്തിൽ 30,000 എഴുതി, ബാലൻ്റെ കോളത്തിൽ 1,800 എഴുതി. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 2:1 എന്ന് പറയുന്ന രീതിയിലാണ് ഇവർ ലാഭം വീതിച്ചെടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആനന്ദിന് 10,000 ബാലന് 5,000 കിട്ടും. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 15,000 ആണ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. അപ്പോൾ ആനന്ദിന് 15,000 × 2/3 ബാലന് 15,000 × 1/3 ലാഭം ഉണ്ടാവുക. അപ്പോൾ ആനന്ദിന് 10,000 ബാലന് 5,000 ലഭിക്കുക. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ക്രെഡിറ്റ് സൈഡിൽ ആനന്ദിൻ്റെ കോളത്തിൽ 10,000 എഴുതി, ബാലൻ്റെ കോളത്തിൽ 5,000 എഴുതി. ഡ്രോയിങ്സ് 6,000 5,000 എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 200 എന്ന് പറയുന്നുണ്ട്. അതും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 18,000 ആനന്ദിൻ്റെ കോളമാണ് ആദ്യം ടോട്ടൽ ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതും. 18,000 ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, അത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. അവിടെ ബാലൻസ് കിട്ടിയിട്ടുള്ളത് 11,700 ആണ്. ഇനി ബാലൻ്റെ കോളം നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. 6,800 ഡെബിറ്റ് സൈഡിലും 6,800 എഴുതി. ബാലൻസ് കിട്ടിയത് 1,600. അപ്പോൾ ആനന്ദിൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 11,700. ബാലൻ്റെത് എത്രയാണെന്ന് ചോദിച്ചാൽ 1,600. അത് നമ്മൾ മാറ്റി എഴുതുന്നു ക്രെഡിറ്റ് സൈഡിലേക്ക്. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 11,700 1,600 എന്നതിനോടുകൂടി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലായി.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് മെത്തേഡുകളെ പറ്റിയാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ രണ്ട് പ്രകാരമുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുകയുണ്ടായി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.